Good morning, students. Okay, welcome to our class. Okay, last class we discussed some of the social reformers who try to reform the Indian society. That's as we know, there were number of social evils and superstitions which existed among the Indian society, and by the 19th century number of reformers tried to abolish or try to reform the Indian society, like Raja Ram Mohan Roy, Swami Dayananda Saraswati, Swami Vivekananda, Sir Sayyid Ahmad Khan, etc. Number of reformers as we know. നമുക്കറിയാം അല്ലേ, 19-ാം നൂറ്റാണ്ടിൽ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, ലൈക്ക് നമുക്കറിയാം എന്തൊക്കെയാണ് അല്ലേ, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, ചൈൽഡ് മാരേജ്, സതി, etc. Number of social evils which existed on that time. അങ്ങനെ ഉള്ള ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കാൻ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത സൊസൈറ്റി ആക്കാൻ വേണ്ടി ധാരാളം ഇത്തരത്തിലുള്ള റിഫോമേഴ്സ് ശ്രമിക്കുകയുണ്ടായി. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആസ് എ പാർട്ട് ഓഫ് ദിസ്, the changing people അല്ലേ, ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on what? Based on humanism that stood beyond caste and religion as a part of the movement of the social reformers. The leaders of social reform movements contributed to develop what? To develop a vision emphasizing the universal brotherhood based on humanism. മാനവികതയിൽ ഊന്നിക്കൊണ്ട് ഒരു അന്തർദേശീയ ബ്രദർഹുഡ് സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ പ്രവർത്തിച്ച സോഷ്യൽ റീഫോമേഴ്സിന് സാധിച്ചു. അല്ലെങ്കിൽ അവരുടെ സംഭാവനയായിട്ട് അങ്ങനെ ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഹ്യൂമാനിസം, മാനവികത. മനുഷ്യരെല്ലാവരും ഒന്നാണ്, അല്ലെങ്കിൽ അവിടെ there is no discrimination on the basis of caste, color, creed or anything, religion. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന്. ബേസ്ഡ് ഓൺ ഹ്യൂമാനിസം വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, എക്സെട്ര. ജാതി മത വ്യത്യാസമില്ലാതെ മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പരിവർത്തനം അല്ലേ, അല്ലെങ്കിൽ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു അന്തർദേശീയ സാഹോദര്യം, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതാണ് ഈ സോഷ്യൽ റിഫോമേഴ്സ് ഈ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്തിനൊക്കെയാണ് അവർ കൂടുതൽ എംഫസൈസ് കൊടുത്തത്, അല്ലെങ്കിൽ അവർ എംഫസൈസ് ചെയ്തത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർ ചെയ്തത്? All the reformers gave emphasis to the importance of education. As we know, number of leaders, they started education institutions. They worked for the women education. They always try to abolish the child marriage and so on. അങ്ങനെ വന്നപ്പോൾ വിദ്യാഭ്യാസത്തിനാണ് അവർ
കൂടുതൽ പ്രാധാന്യം കൊടുത്തു, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഊന്നിയ ഒരു റിഫോർമേഷനാണ് അവർ ഈ സോഷ്യൽ ലീഡേഴ്സ് കൂടുതൽ പരിഗണന. അതോടൊപ്പം എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് or these reformers or these leaders established a number of educational institutions. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനു വേണ്ടി അവർ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? all the above reformers, other reformers, all the reformers gave more emphasis to the education, and they started a number of educational institutions. And again, this in turn accelerated the progress of education in India, or these activities of the leaders, or the activities like they give more emphasis to education, and they started educational institutions accelerated the education in India. അല്ലെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ വളർച്ചക്കത് വലിയ തോതിൽ സഹായകരമായി. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. Thus, the social reformers played a major role in awakening the Indians. അങ്ങനെ നോക്കുകയാണെങ്കിൽ in short we can say the leaders or the social reformers gave an awakening Indians. അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം, ഇന്ത്യക്കാരെ മൊത്തത്തിൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യക്കാർക്കൊരു ഉണർവ് സമ്മാനിക്കാൻ ഈ പറഞ്ഞ സോഷ്യൽ റിഫോമേഴ്സിന് അക്കാലഘട്ടത്തിൽ സാധിച്ചു. ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദി എഡ്യൂക്കേഷൻ ഇവിടെ ഒരു ഫീലിംഗ് ഓഫ് നാഷണലിസം വാസ് ഡെവലപ്ഡ് ഓൺ ദാറ്റ് ടൈം. വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും നാം ഒന്നാണ്, അല്ലെങ്കിൽ വി ആർ ദി ഇന്ത്യൻസ് എന്ന ഒരു ഫീലിംഗ് ഇന്ത്യക്കാർക്കിടയിൽ കൂടുതൽ പ്രചാരത്തിൽ വരാൻ തുടങ്ങി. അല്ലെങ്കിൽ നാഷണലിസം എന്ന ഒരു ഫീലിങ്ങിലേക്ക് വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി ജനങ്ങൾ വരാൻ തുടങ്ങി. ഇന്ത്യക്കാർക്കിടയിൽ അങ്ങനെ ഒരു ഫീലിംഗ് വളരാൻ തുടങ്ങി ആസ് എ പാർട്ട് ഓഫ് ദി എഡ്യൂക്കേഷൻ. ദി ഡിഫറെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് their leaders whom we discussed instilled a new spirit among the Indians. We have also discussed the political and economic conditions of the period in the previous chapters, as we know. ഇവിടെയുള്ള സാമ്പത്തിക വളർച്ച എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നൊക്കെ നമുക്കറിയാം. 19-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു ഇന്ത്യയായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നാച്ചുറലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ എന്തായി മാറി? ഒരു നാഷണലിസം ഫീലിംഗ് അവരിൽ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അത് ഒരു ദേശീയ തലത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾക്കെതിരെ പൊരുതാൻ ഈ പറഞ്ഞ ഇന്ത്യൻസിനെ സഹായിക്കുന്ന രീതിയിലേക്ക് അത് മാറി. എന്തൊക്കെ കാര്യങ്ങളാണ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്? ദ ബ്രിട്ടീഷ് കോൺകേർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി, ആസ് വി നോ. Britishers come to India for trade, but after they conquered Indian princely states and they ruled India. അതൊക്കെ നമുക്കറിയാം. ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷേഴ്സ് ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന് അങ്ങനെ അവർ ഇന്ത്യയുടെ ഓരോരോ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യ മൊത്തം ഭരണം നടത്തുന്ന രൂപത്തിലേക്ക് അവർ മാറി എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദി ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രിയേറ്റ് ആൻ ആന്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദി ഇന്ത്യൻസ്. നമുക്കറിയാം ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ ആസ് എ ഹോൾ ബ്രിട്ടീഷുകാർ
വലിയ തോതിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പല നാനാ തുറകളിലുമുള്ള എക്സ്പ്ലോയിറ്റേഷൻ ബ്രിട്ടീഷുകാർ നടത്തി അല്ലേ. അത് അവർക്കെതിരെ ഒരു ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഈ പറഞ്ഞ ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഗ്രോ ചെയ്യാൻ കാരണമായി. ആൻഡ് ആസ് ദി സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബോട്ട് ദി പീപ്പിൾ ടുഗദർ ആസ് ഇന്ത്യൻസ് അല്ലേ. അവിടെ നമുക്കറിയാം ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി അല്ലേ. ഇന്ത്യ ലോകത്ത് തന്നെ വളരെ വിശാല രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ മനസ്സുകൾ ഒരുമിപ്പിക്കാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടമായിരുന്നു അത് അല്ലേ. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന തരത്തിലുള്ള ലൈക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെ ഒരു തരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ ഇന്ത്യൻസിനെ അത് സഹായിച്ചു. എങ്ങനെ ഇന്ത്യക്കാര് ഒന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒരുമിപ്പിക്കാൻ അത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അല്ലെ കമ്മ്യൂണിക്കേഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും വളരെയധികം സഹായിച്ചു. ദി സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രോട്ട് ദി പീപ്പിൾ ടുഗദർ ഇൻ ഇന്ത്യൻ പീപ്പിൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഒരു കൊടക്കീഴിൽ അല്ലെങ്കിൽ ഒരുമിപ്പിക്കാൻ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനും അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഒക്കെ വളരെ വലിയ രീതിയിൽ help ചെയ്തു. The strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. In the mind of Indians, അവരുടെ ഇന്ത്യൻ മനസ്സുകളിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ 1857 അല്ലെ 1857 റിവോൾട്ട് അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ് അതിനെ സപ്രസ് ചെയ്ത രീതി അല്ലെങ്കിൽ ആ ഒരു അടിച്ചമർത്തലുകൾ ഇന്ത്യക്കാർക്കിടയിൽ നമ്മൾ ഇന്ത്യക്കാർ ഒന്നാണെന്നും അതുപോലെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു വിദേശ ശക്തിക്ക് കീഴടങ്ങേണ്ടവരല്ല എന്നും മനസ്സിലാക്കാൻ ഈ പറഞ്ഞ അവരുടെ ആക്ടിവിറ്റീസ് ബ്രിട്ടീഷുകാരുടെ ആക്ടിവിറ്റീസ് തന്നെ ഒരു പരിധിവരെ സഹായിച്ചു അല്ലെങ്കിൽ അതിലേക്ക് ഇന്ത്യൻസിനെ തള്ളിവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ടു സപ്രസ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ക്രിയേറ്റഡ് നാഷണൽ കോൺഷ്യസ്നസ് ആൻഡ് മേഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ് ദി സെയിം കൺട്രി അല്ലേ. ആൾക്കാർ ഇന്ത്യക്കാർ ചിന്തിക്കാൻ തുടങ്ങി. എന്താ ചിന്തിക്കാന്നെങ്കിൽ we are Indians, we are from the one and only nation, that's India അല്ലേ. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിൽക്കണം. അതിന് ഒരുപാട് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ 1857 റിവോൾട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കും എന്ന് വെച്ചാൽ അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ അതിന് പരാജയപ്പെടാനുള്ള റീസൺസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ത്യയുടെ ഈ 1857 റിവോൾട്ട് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ഒരു ഏകീകൃത സ്വഭാവം ഇന്ത്യയെ മൊത്തം ഒരുമിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം ആ ഒരു റിവോൾട്ടിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പരാജയത്തിന് ശേഷമാണ് ഇന്ത്യക്കാർ ഇത് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ ബ്രിട്ടീഷുകാരുടെ ഈ എക്സ്പ്ലോയിറ്റേഷൻ. ആൻഡ് ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് യൂണിറ്റി among the Indians. Indian nationalism is the sense of oneness beyond religion, linguistic and regional diversities. Because of all these factors help to develop a sense of unity among the Indians. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു നാഷണലിസം എന്നൊരു ഫീലിംഗ് വളരാൻ ഈ സാഹചര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലൊരു നാഷണലിസം ഫീലിംഗ് ഉണ്ടാകുന്നു. ഇന്ത്യയുടെ നാഷണലിസം ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസം ഈസ് ദി സെൻസ് ഓഫ് വൺനെസ്. എന്താ ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻസ് ഓഫ് വൺനെസ്. നമ്മളൊന്നാണ് എന്ന ആ ഒരു സെൻസ് എന്തിനതീതമായി ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്,
ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ്, നമ്മുടെ വൈവിധ്യങ്ങൾ അല്ലേ, നമ്മുടെ ഇന്ത്യയിലുള്ള ഈ പ്രാദേശികവും ഭാഷാപരവും അതുപോലെ മതപരവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം വി ആർ ഇന്ത്യൻസ്, ആ ഒരു നാഷണലിസം, ആ ഒരു സെൻസ് ഓഫ് യൂണിറ്റി, അതാണ് ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലെ നാഷണലിസം ആസ് എ പാർട്ട് ഓഫ് ദി എബോവ് റീസൺസ് എന്തായി, ഇന്ത്യയിൽ ആ നാഷണലിസം എന്ന ആ ഒരു ഫീലിംഗ് വളർന്നു വന്നു. This nationalism, the development of nationalism accelerated to fight against the British, or the efforts to liberate from the British, and this enhanced the relevance of various movements for independence. Or this nationalism caused for what? Nationalism caused to fight against the British, and to fight against British here on that time needed the associations or the movements to fight against the Britishers. Okay, that's in short നമുക്ക് എങ്ങനെ പറയാം, ഈ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരുപാട് സോഷ്യൽ ഈവിൾസിനെ അബോളിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ അവരുടെ പ്രവർത്തന ഫലമായിട്ട് അങ്ങനെ ഒടുവിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഒരു വൺനെസ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഒന്നാണ് എന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ നിലവിലുണ്ടായിരുന്ന സാഹചര്യവും അതോടൊപ്പം ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ പ്രവർത്തനങ്ങളും സഹായിച്ചു. അങ്ങനെ ഇവിടെ ഒരു നാഷണലിസം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്താണ് ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറഞ്ഞാൽ? ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണലിസം ഈസ് ദി സെൻസ് ഓഫ് വൺനെസ് ബിയോണ്ട് റിലീജിയൻ, ബിയോണ്ട് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ് അല്ലേ? ഈ ഡൈവേഴ്സിറ്റികൾക്കപ്പുറം ഏതൊക്കെ തരത്തിലുള്ള ഡൈവേഴ്സിറ്റികൾ? പ്രാദേശിക ഡൈവേഴ്സിറ്റികൾ, അതുപോലെ ഈ പറയുന്ന ഭാഷാപരമായ ഡൈവേഴ്സിറ്റികൾ, മതപരമായ ഡൈവേഴ്സിറ്റികൾ, ധാരാളം മതങ്ങൾ, ധാരാളം ഭാഷകൾ അല്ലേ? അതിനൊക്കെ അപ്പുറം ഒരു ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഒരു വൺനെസ്, ആ വൺനെസ്സിനെയാണ് ഇന്ത്യയിലെ നാഷണലിസം എന്ന് പറയുന്നത്. ആ ഒരു നാഷണലിസം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ നാഷണലിസം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അത് ഇന്ത്യക്കാർക്കിടയിൽ ഒരു ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് ആക്സലറേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ആയിട്ട് സാധിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഈ പറയുന്ന നാഷണലിസം കൊണ്ട് സാധ്യമായി. ഓക്കെ, ക്ലിയർ? Okay, let's wind up today's class. Thank you.